നേരത്തെ രണ്ട് സംവിധായകർ, അതായത് ഖാലിദ് റഹ്മാനും ഒപ്പം തന്നെ അഷ്റഫ് ഹംസ രണ്ടുപേരുമാണ് അറസ്റ്റിലായിരുന്നത്. ഈ സംവിധായകനും ഒപ്പം തന്നെ സുഹൃത്തുമാണ് അറസ്റ്റിലായിരുന്നത്. ഈ മൂന്ന് പേരും കഞ്ചാവ്, അതായത് ഹൈബ്രിഡ് കഞ്ചാവ് 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണ് പിടിയിലായിരുന്നത്. അത് ഈ സമീർ താഹിറിൻ്റെ ഫ്ളാറ്റിൽ നിന്നാണ് പിടിയിലായിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമീർ താഹിറിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നത്. അപ്പോൾ സമീർ താഹിർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 കൂടിയാണ് കൊച്ചി ഓഫീസിലേക്ക് എത്തിയിരുന്നത്. അതിനുശേഷമാണ് ചോദ്യം ചെയ്യൽ നടന്നത്. പിന്നീട് ഒരു 2 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് ഇപ്പോൾ സമീർ താഹിറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും എക്സൈസ് പറയുന്നത് NDPS ആക്ട് 25 പ്രകാരമാണ് സമീർ താഹിറിനെ പ്രതി ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇയാൾ വാടകയ്ക്ക് എടുത്തിരുന്ന ഫ്ലാറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ അറിവോട് കൂടിയാണോ ഈ ഫ്ലാറ്റിൽ ലഹരി ഉപയോഗം എന്നുള്ള സംബന്ധിച്ചാണ് എക്സൈസ് പരിശോധിച്ചത്. പക്ഷേ സമീർ താഹിർ അത്തരത്തിലൊരു മൊഴി നൽകിയിട്ടില്ല. അതായത് തൻ്റെ അറിവോട് കൂടിയല്ല ഈ ലഹരി ഉപയോഗം നടന്നത്, 2 സംവിധായകർ അവിടേക്ക് ലഹരി എത്തിച്ചതെന്നുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും അങ്ങനെ അറിവില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ഫ്ലാറ്റ് വിട്ടുകൊടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളെ പ്രതി ചേർക്കാൻ കഴിയും. അതായത് ഫ്ലാറ്റ് വിട്ടുകൊടുത്ത ആൾ ആരാണോ അയാളെ പ്രതി ചേർക്കാൻ കഴിയും. അത് പ്രകാരമാണ് NDPS 25 പ്രകാരം, NDPS ആക്ടിലെ സെക്ഷൻ 25 പ്രകാരമാണ് ഇപ്പോൾ സമീർ താഹിറിനെ പ്രതി ചേർക്കുകയും സമീർ താഹിറിൻ്റെ അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്.